മണ്ഡലം പ്രസിഡന്റുമാരെയാണ്. നമസ്കാരം, ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ആദ്യം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. സപ്ലൈകോയിൽ ഇന്ന് മുതൽ വില വർധന. 13 ഇനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചു. വർധന 8 വർഷങ്ങൾക്ക് ശേഷം. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവുമായി കേരളത്തിന്റെ ചർച്ച ഇന്ന്. ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിലേക്ക്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. വയനാട്ടിലെ കർഷകനെ കൊന്ന ആനയെ ഇനിയും പിടികൂടാനായില്ല. ദൌത്യം 5ാം ദിനത്തിൽ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. പ്രക്ഷോഭം തുടരുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്രം. ഇന്ന് വീണ്ടും ചർച്ച. അതിർത്തിയിൽ സുരക്ഷ കൂടുതൽ കടുപ്പിച്ചു. സിംഘു, ഗാസിപൂർ, തിക്രി അതിർത്തികളും അടച്ചു. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന്. പദ്ധതിയെ ചോദ്യം ചെയ്ത് ഒരു കൂട്ടം ഹർജികൾ. വിധി പറയുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ. നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ചർച്ചകൾ. സന്ദർശനം 8 വർഷങ്ങൾക്ക് ശേഷം. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റിന് ഇന്ന് രാജ്കോട്ടിൽ തുടക്കം. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത. പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യ. നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം ഇന്ന് 5ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ആനയെ തേടി നീങ്ങാനാണ് അധികൃതരുടെ തീരുമാനം. ഇന്നലെ ബേലൂർ മഗ്ന ഒപ്പമുള്ള മോഴയാന ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തിരുന്നു. വിവിധ സംഘമായി തിരിഞ്ഞാണ് വനംവകുപ്പ് ആനയ്ക്കായുള്ള ദൌത്യം തുടരുന്നത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ അവിടെ നിന്ന് ലഭിക്കും. അനീഷ്, 5ാം ദിനത്തിലേക്ക് ദൌത്യം കടക്കുകയാണ്. ഇതുവരെ ആന കൃത്യമായി എവിടെയുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്കും ഇത് ഇടയാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? സിഗ്നൽ അനുസരിച്ച് നീങ്ങാനുള്ള നീക്കം എന്ന വിവരം പുറത്തുവരുന്നു. എന്താണ് ദൌത്യസംഘത്തിന്റെ നീക്കം? രേണുക, അങ്ങേയറ്റം ദുഷ്കരമായൊരു ദൌത്യം അതിന്റെ 5ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും ആനയെ എപ്പോൾ പിടികൂടുമെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം നൽകാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. കാരണം ദുർഘടമായ കാടാണ് അതിലേറ്റവും തടസ്സം സൃഷ്ടിക്കുന്നത്. 2 ഈ മോഴ ആനയോടൊപ്പം മറ്റൊരു മോഴ ആന കൂടി ചേർന്നിരിക്കുന്നു എന്നതാണ്. അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഈ സാന്നിധ്യം ഈ ആകാശ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാവുകയും ചെയ്തു. കാട്ടിൽ വെച്ച് ഈ ദൗത്യ സേന അംഗങ്ങൾ ഈ ആനയുടെ സാന്നിധ്യം കാണുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരത്തോടെ ഈ മാവരി ഭാഗത്ത് വെച്ച് പരിശോധന നടത്തുന്നതിനിടയിൽ അല്ലെങ്കിൽ മയക്കൊടി വെക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടരുന്നതിനിടെ ഒപ്പമുള്ള മോഴയാന RRT സംഘത്തിനെതിരെ തിരിയുകയും അവർ ഈ വെടിവെച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. അത്തരത്തിൽ അങ്ങേയറ്റം സാഹസികമായ രീതിയിൽ തന്നെയാണ് ആ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊങ്ങിണിച്ചെടികൾക്കിടയിൽ മറഞ്ഞാണ് പലപ്പോഴും, അല്ലെങ്കിൽ കൊങ്ങിണിക്കാടുകൾ വലിയ രീതിയിൽ ആനയേക്കാൾ വലിപ്പമുള്ള കാടുകളാണ്. ഈ കാട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞാണ് പലപ്പോഴും ആന ഈ ദൗത്യസംഘത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇന്നലെ മുതൽ തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നും എത്തിച്ചതാണ്. അതായത് ഈ കൊങ്ങിണിക്കാടുകൾക്കുള്ളിൽ നിന്നാലും ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ ആനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകളാണ്. അവ ഉപയോഗിച്ചാണ് ഇന്നലെ മുതൽ ഈ ആനയുടെ സാന്നിധ്യം കാട്ടിൽ കണ്ടെത്തുന്നത്. പക്ഷേ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയാലും ഈ കാട്ടിനുള്ളിൽ നിൽക്കുമ്പോൾ അതിനുള്ളിലേക്ക് വെടിവെക്കുക, അല്ലെങ്കിൽ ഈ കൊങ്ങിണിക്കാടിനുള്ളിൽ നിൽക്കുമ്പോൾ അതിലേക്ക് വെടിവെക്കുക പ്രായോഗികമല്ല. അത് പുറത്തെത്തിയാൽ മാത്രമേ വെടിവെക്കാൻ കഴിയുകയുള്ളൂ. ബാവലി മേഖലയിലാണ് ഇന്നലെ മുതൽ ആനയുടെ സാന്നിധ്യമുണ്ടത്. ഏതാണ്ട് ഈ കർണാടക വനത്തിന്റെ അതിർത്തി വരെ ആന ഇന്നലെയും പോയിരുന്നു. അതിനുശേഷം തിരിച്ചു വീണ്ടും ബാവലി ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ഇന്നും പുലർച്ചെ തന്നെ ഈ RRT സംഘങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. 5:30യോടെയാണ് സംഘങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോയിരിക്കുന്നത്. കുങ്കിയാനകൾ അടക്കമുള്ള സന്നാഹങ്ങളും കാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും
കൂടുതൽ അടുക്കാൻ, ആനയോട് കൂടുതൽ അടുത്ത് അല്ലെങ്കിൽ ആനയുടെ കൂടുതൽ സമയം ആനയുടെ ദൃശ്യപരിധിയിൽ എത്താൻ കഴിയുന്നു എന്നതാണ് ഇന്നലെ മുതൽ ഉള്ള അനുകൂല ഘടകമായി മാറുന്നത്. എന്നാൽ വളരെ സാഹസികമായ ഈ ആനയുടെ തിരിച്ചടി അത് നേരിടേണ്ടി വരുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി ദുഷ്കരമാക്കുമെന്ന്. സിഗ്നൽ ഒക്കെ ലഭിക്കാനുള്ള കാലതാമസം ഒക്കെ വലിയ ബുദ്ധിമുട്ട് ഈ ദൗത്യത്തിന് സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള നീക്കം എങ്ങനെയാണ്? വിവിധ സംഘങ്ങളായി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയധികം ഇപ്പൊ മയക്കുവെടി ടീം ഉൾപ്പെടെയാണോ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിലൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും 200-ലധികം ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കാട്ടിനുള്ളിൽ തെരച്ചിലിനായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പോയിരിക്കുന്നത്. ആദ്യം ഈ ട്രാക്കിംഗ് സംഘം ആനയുടെ സാന്നിധ്യം കാട്ടിൽ കണ്ടെത്തുന്നതിനായി ഈ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തും. അതിനുശേഷമാണ് കുങ്കിയാനകളടക്കമുള്ള മറ്റ് RRT സംഘം ആ സ്ഥലത്തേക്ക് ചെല്ലുക. ഇത്തരത്തിൽ ആളുകൾ കാട്ടിനുള്ളിൽ ചെല്ലുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ ആളുകളുടെ സാന്നിധ്യം വളരെ പെട്ടെന്ന് ഈ ബേലൂർ മക്കിനേക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടി. മറ്റൊന്ന് കുങ്കിയാനകളുടെ സാന്നിധ്യവും വളരെ പെട്ടെന്ന് കാട്ടിൽ തിരിച്ചറിയാൻ ആനയ്ക്ക് കഴിയുന്നുണ്ട്. ഒപ്പമാണ് ഒരു സഹായി എന്ന പോലെ മറ്റൊരു മോഴയാന കൂടി നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രണ്ടുപേരും ആണ് പരസ്പരം ഉത്സാഹിച്ച് കാട്ടിൽ കൂടി ഓടി നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് തന്നെയാണ് ദൗത്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നതും കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ നടന്നതും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആനയുടെ ദിശ നിർണ്ണയിക്കും. അതിനുശേഷം RRT സംഘവും കുങ്കിയാനയും ആ സ്ഥലത്തേക്ക് പോകും. ആ സ്ഥലത്തേക്ക് ഇവർ എത്തും മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇവരുടെ കാലച്ച ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ഥലത്തു നിന്നും ഈ വേഗം മറ്റു മോഴയാനയോടൊപ്പം ചേർന്ന് ഇത് അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്തായാലും ഈ കേരള കർണാടക അതിർത്തിയിൽ തന്നെയാണ് ഇപ്പോഴും ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കർണാടകത്തിന്റെ വനമേഖലയിലേക്ക് കടന്നിട്ടില്ല അല്ലെങ്കിൽ ഉൾക്കാടുകളിലേക്ക് പോയിട്ടില്ല എന്നത് അനുകൂല ഘടകമായി വിലയിരുത്തുന്നു. കാരണം കർണാടകത്തിന്റെ ഉൾക്കാടുകളിലേക്ക് പോയാൽ പിന്നെ വെടിവെപ്പ് എന്ന തീരുമാനം നടക്കാതെ വരും. അങ്ങനെയെങ്കിൽ വലിയ കർഷക രോഷം, ജനങ്ങളുടെ രോഷം സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ദൗത്യം ഇപ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിലെ ഈ വന്യജീവി ആക്രമണം തുടർച്ചയാവുന്നതിൽ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. ഇന്ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. യോഗത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. 13 ഇനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന 55% സബ്സിഡി 35% കുറച്ചു. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച ഇന്നാണ്. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ചാണ് ചർച്ച. കേരളം നിയോഗിച്ച സംഘം ഇന്ന് ഡൽഹിയിലെത്തും. ചർച്ചയിലെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച അറിയിക്കാനാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന 4-അംഗ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി ഇത് സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് തുടരുകയാണ്. കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിൽ വെച്ചാണ് ചർച്ച നടക്കുക. ഇത് 3-ാം തവണയാണ് കേന്ദ്ര സർക്കാർ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. അതേസമയം മാർച്ച് തടയാൻ പോലീസ് നീക്കങ്ങൾ കടുപ്പിച്ചു. കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പോലീസുമായുണ്ടായ സംഘർഷം വകവയ്ക്കാതെ ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ടു പോവുകയാണ്. ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക് എത്തി. ഡൽഹി അതിർത്തിയിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ അടക്കമുള്ള വൻ വേലിക്കെട്ടുകളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. സിംഘു, ഗാസിപ്പൂർ, തിക്രി അതിർത്തികൾ അടച്ചു. സിംഘുവിൽ കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു. ഇടറോഡുകൾ JCBകൾ ഉപയോഗിച്ച് കുഴിച്ച് ഒരു കാരണവശാലും കർഷകർ ഡൽഹിയിലേക്ക് എത്തില്ല എന്നുറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ.
ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. പദ്ധതി ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി വിധി പറയുക. കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുമതി നൽകുന്നതാണ് പദ്ധതി. 3 മാസം മുൻപാണ് ഹർജികളിൽ വാദം പൂർത്തിയായത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. UAE-യുമായുള്ള ഉഭയകക്ഷി സൌഹൃദത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലെത്തി. 8 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിക്കുന്നത്. 2016 ജൂണിലാണ് പ്രധാനമന്ത്രി മോദി അവസാനമായി ഖത്തറിലെത്തിയത്. ദ്വിദിന UAE സന്ദർശനത്തിന് മോദി പുറപ്പെടുമ്പോൾ ഖത്തർ സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നില്ല. ചാരവൃത്തി ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 8 മുൻ ഇന്ത്യൻ നാവികസേനാംഗങ്ങളെ നയതന്ത്ര ഇടപെടലിലൂടെ മോചിപ്പിച്ചതിന് പിന്നാലെയാണ് മോദി ദോഹ സന്ദർശനം പ്രഖ്യാപിക്കുന്നത്. UAE-യുമായി ഉണ്ടാക്കിയ ഊഷ്മളമായ ബന്ധം ഖത്തറുമായും സ്ഥാപിക്കാനുള്ള അവസരം കൂടിയാണ് ഇതിലൂടെ തേടുന്നത്. ചെട്ടികുളങ്ങര കുംഭഭരണി ഉത്സവം ഇന്നാണ്. ഏറെ നാളായുള്ള ഭക്തരുടെ അധ്വാനം 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. ലക്ഷോപലക്ഷം ഭക്തരാണ് ചെട്ടികുളങ്ങരയിലേക്ക് പ്രവഹിക്കുക. കുത്തിയോട്ട ഘോഷയാത്ര അല്പസമയത്തിനകം ക്ഷേത്രത്തിലേക്ക് എത്തും. ചെട്ടികുളങ്ങര കുംഭഭരണി ഇന്നാണ്. ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, അല്പസമയത്തിനകം അവിടേക്ക് കുത്തിയോട്ട ഘോഷയാത്ര എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ എന്താണ് വിവരങ്ങൾ? രേണുക, കുത്തിയോട്ട ഘോഷയാത്ര ഇവിടെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ എന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു ഘോഷയാത്ര അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അല്പസമയത്തിനകം അമ്പലത്തിലേക്ക് എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് പേള കരയുടെ കെട്ടുകാഴ്ച കുതിരയുടെ തൊട്ടു മുന്നിലാണ്. കരയോഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മനുഷ്യാധ്വാനത്തിന്റെ ഫലമായി, രാപ്പകലില്ലാത്ത അധ്വാനത്തിന്റെ ഫലമായി ഇന്ന് ചെട്ടികുളങ്ങരമ്മ ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുന്ന കെട്ടുകാഴ്ചയാണിത്. വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷമാണ് ഈ കെട്ടുകാഴ്ച ഈ റോഡിലൂടെ അങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ട് ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോവുക. അവിടെ കാഴ്ചക്കണ്ടമുണ്ട്. കാഴ്ചക്കണ്ടത്തിൽ ഈ കെട്ടുകാഴ്ചകൾ 13 കരകളുടെയും കെട്ടുകാഴ്ചകൾ നിരക്കും. 6 കുതിര, 5 തേരുകൾ, ഭീമൻ, ഹനുമാൻ, എങ്ങനെയാണ് കെട്ടുകാഴ്ചകളുടെ ഒരു ക്രമം. ഇത് 5ാമത്തെ കരയാണ് പേള. വിശ്വപ്രസിദ്ധമായ 7ാമത്തെ കരയാണ്. വിശ്വപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ദിവസമാണ് ഇന്ന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമുക്കറിയാം, ഓണാട്ടുകരയുടെ ഓണാഘോഷമാണ് ഇന്ന് കുംഭഭരണി എന്ന് പറയുന്നത്. സർവ്വ ദിക്കുകളിൽ നിന്നുള്ള ജനങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കും. ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടെ എത്തി ചെട്ടികുളങ്ങര അമ്മയുടെ ദർശനം കഴിഞ്ഞാണ് മടങ്ങുക. രാവിലെ മുതൽ അമ്പലത്തിൽ വലിയ ക്യൂ ആണ്, വലിയ ഭക്തജന തിരക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദിനരാത്രങ്ങൾ നീണ്ട അധ്വാനത്തിന് ശേഷമാണ് ഈ 13 കരകളുടെ കെട്ടുകാഴ്ചകൾ ഇന്ന് അമ്പലത്തിലേക്ക് എത്തുക. എന്നോടൊപ്പം പേള കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ജിനു ചേരുന്നുണ്ട്. ജിനു, ഒരുപാട് നാളത്തെ അധ്വാനം അല്ലേ ദേവിക്കുള്ള സമർപ്പണം? തീർച്ചയായിട്ടും ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത 7ാമത്തെ കര. 7ാമത്തെ കരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭദ്രകാളി മുടിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു ഭക്തിയുടെ നിറവിൽ തന്നെ അത് കെട്ടി ഉയർത്തുന്നതാണ്. ഒരു കഠിനാധ്വാനം. നമുക്കറിയാം, കായികമായ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയാണ് നമ്മുടെ കെട്ടുകാഴ്ചയോടൊപ്പം തന്നെ കുത്തിയോട്ട ചൂടും പാട്ടും. അതിന്റെ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഏകദേശം 1.5 മാസക്കാലമായിട്ട് വ്രതശുദ്ധിയോടുകൂടി തന്നെ ആ കുത്തിയോട്ട ചടങ്ങുകൾ വീട്ടിൽ ആരംഭിക്കുകയും ഒരു ദിവസം മുമ്പ് സമാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഘോഷയാത്ര ഇത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ 2 കുത്തിയോട്ടം ഇവിടെ കടന്നുപോയി. ഇനി ഒരു കുത്തിയോട്ടം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് വന്നതിൽ ഇവിടുന്ന് തന്നെ ചുരുളുമുറിയിൽ ചടങ്ങുണ്ട്. ചടങ്ങിലൂടെ ഘോഷയാത്രയായിട്ട് അവിടെ എത്തുന്നു. അതിലേറ്റവും യുനെസ്കോയുടെ പട്ടികയിൽ തന്നെ സ്ഥാനം പിടിച്ച കെട്ടുകാഴ്ച. വളരെ സന്തോഷത്തിലാണ് ഓണാട്ടുകാരക്കാർ. തീർച്ചയായും ഇങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനമാണ് ഈ കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത്. ഇന്ന് മുഴുവൻ ഓണാട്ടുകര എന്ന് വെച്ചാൽ കേരളത്തിന്റെ മണ്ണും മനസ്സും ഒക്കെ സ്വാഭാവികമായും ചെട്ടികുളങ്ങരയിലേക്കായിരിക്കും. ഓരോ ദിക്കിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കും. ഓരോ വഴിയും ഭക്തജനങ്ങളെ കൊണ്ട് നിറയും.
നമുക്കറിയാം 7 ദിവസം നീണ്ട കുത്തിയോട്ട രാവുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് കുത്തിയോട്ടം സമാപിച്ചത്. അതിനുശേഷം കഞ്ഞിസദ്യ, അത് വലിയ പ്രശസ്തമായ വഴിപാടാണ്, വിശിഷ്ടമായ വഴിപാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നടന്നിരുന്നു. ഇന്നലെ അതിന് സമാപനം കുറിച്ചു. അതിനുശേഷമാണ് ഇന്ന് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലേക്ക് നിരക്കുക. അതിനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ കുത്തിയോട്ടങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 15ഓളം കുത്തിയോട്ടങ്ങൾ ഈ വർഷമുണ്ട്. അതെല്ലാം അമ്പലത്തിലേക്ക് എത്തും. അവിടെ ചൂരൽ മുറിയുക എന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. അതിനുശേഷമാണ് ദേവീ ദർശനത്തിന് ശേഷം ചടങ്ങുകൾ സമാപിക്കും. അങ്ങനെ വിശ്വപ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവം അതിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇന്ന് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കും. രേണുക. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. CBSE 10, 12 ക്ലാസുകളുടെ പരീക്ഷ ഇന്നു മുതൽ ആരംഭിക്കും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 13-നും +2 പരീക്ഷ ഏപ്രിൽ 2-നും അവസാനിക്കും. CBSE ബോർഡ് പരീക്ഷകൾ 55 ദിവസം നീണ്ടു നിൽക്കുകയും ഏപ്രിൽ 10-ന് അവസാനിക്കുകയും ചെയ്യും. പാരമ്പര്യ വൈദ്യൻ മൈസൂർ സ്വദേശി ഷാബ ഷെരീഫ് വധക്കേസിന്റെ വിചാരണ ഇന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടങ്ങും. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിൽ ഒന്നാണ് ഷാബ ഷെരീഫ് കേസ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്താൻ കഴിയുന്ന കേസുകളിൽ ഒന്നാണ് ഷാബ ഷെരീഫ് വധക്കേസ്. 2009 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം തുടങ്ങുന്നത്. മൈസൂരു സ്വദേശി ഷാബ ഷെരീഫിനെ മൂലക്കുരു മരുന്നിന്റെ ഒറ്റമൂലി രഹസ്യമറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിക്കില്ല. എന്നാൽ ഷാബ ഷെരീഫിന്റെ മുടി കണ്ടെത്തിയതിനാൽ ശാസ്ത്രീയ പരിശോധനകളും തെളിവും കേസിന്റെ വിധിയിൽ ഏറെ നിർണായകമാണ്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കേസിൽ പ്രധാനമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EM കൃഷ്ണൻ നമ്പൂതിരി. ഇത് കണക്ട് ചെയ്യാൻ കഴിയും. സാഹചര്യ തെളിവുകൾ അതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകളും ഈ കേസിലെ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ്. കേസിലെ 7ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്തെ നൌഷാദ് എന്ന മോനുവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 മാപ്പുസാക്ഷിയാക്കിയിരുന്നു. മുക്കട്ടയിൽ തടവിലാക്കപ്പെട്ട ഷാബ ഷെരീഫിന് കാവലിരുന്നത് നൌഷാദായിരുന്നു. കൊല നടത്തിയത് 1ാം പ്രതിയായതിനാൽ 7ാം പ്രതിക്ക് മേൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നില്ല. മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കുന്നതിനും പിന്നീട് പുഴയിൽ തള്ളുന്നതിനായി കൊണ്ടുപോയതിന് സഹായിച്ചുവെന്നുള്ള കുറ്റമാണ് നൌഷാദിന് മേൽ ചുമത്തിയിട്ടുള്ളത്. ആദ്യം നൌഷാദിനെ കോടതി വിസ്തരിക്കും. നൌഷാദ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബ ഷെരീഫ് വധം പുറം ലോകമറിഞ്ഞത്. നൌഷാദിന് അദ്ദേഹത്തിന്റെയും കൂടി അപേക്ഷ ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചുകൊണ്ട് മാപ്പ് സാക്ഷിയാക്കി. അപ്പം നാളെ ഇപ്പോൾ വിചാരണ നമ്മൾ തുടങ്ങുമ്പോൾ മാപ്പ് സാക്ഷിയായിട്ടുള്ള നൌഷാദിന്റെ വിചാരണയാണ് നാളെ. അതിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ട്. വ്യവസായി ഷൈബിൻ അഷ്റഫും ഭാര്യയുമടക്കം 15 പ്രതികളുള്ള കേസിൽ 2 പേരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇവർക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താത്ത രാജൻ കേസിന് സമാനമാണ് ഈ കേസെന്ന് പ്രോസിക്യൂഷൻ തന്നെ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തെ നീതിന്യായ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന കേസുകളിലൊന്നാകും ഷാബ ഷെരീഫ് വധമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. ക്യുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുമാണ് KSUവിന്റെ നിലപാട്. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സർക്കാർ നിലപാട്. ക്യുസാറ്റിലെ സംഗീത നിശയുമായി ബന്ധപ്പെട്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ പ്രിൻസിപ്പാളിന്റെ കത്തിൽ രജിസ്ട്രാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. യന്ത്രങ്ങൾ കൈയടക്കിയ പാടങ്ങളിൽ പാരമ്പര്യത്തിന്റെ കൈപിടിച്ച് കാളപ്പൂട്ടുമായി രാജൻ ഇന്നും സജീവം. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ രാജനിലൂടെയാണ് വിഷുക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ ആദ്യ ചുവട്. അതിരാവിലെ കാളയും കാളപൂട്ടുപകരണങ്ങളുമായി കൃഷിസ്ഥലത്തെത്തുന്ന രാജൻ
നടുവണ്ണൂരുകാരുടെ സ്ഥിരം കാഴ്ചയാണ്. ഒരു കാലത്ത് വയലേലകളിലുണ്ടായിരുന്ന ഈ കാഴ്ച ഇന്ന് ചുരുക്കം ചിലരിലേക്ക് ചുരുങ്ങി. മനുഷ്യാധ്വാനം യന്ത്രം ലഘൂകരിക്കുന്ന കാലത്ത് കാളപൂട്ടി എന്തിനു സമയം കളയുന്നുവെന്ന് രാജനോട് ചോദിക്കരുത്. അദ്ദേഹത്തിനിത് പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകളിൽ ഉപജീവനം സുരക്ഷിതമാക്കാനുള്ള വഴിയാണ്. കൃഷിയെ സ്നേഹിക്കുന്നവരെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രയത്നവും. ഞാൻ മാത്രമാണ് ഇതിലുള്ളൂ ഇവിടെ. നമ്മളെ നടുവണ്ണൂർ പഞ്ചായത്തിൽ എല്ലാവരും ഒഴിവാക്കി. ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് കൃഷിയായിട്ട് പോവുക. കൃഷിയാണ് നമ്മളെ പ്രധാനം. കുറേ വയൽ കൃഷി ഉണ്ടാക്കും, കുറേ വളപ്പിൽ, കുറേ വായ, കുറേ പൂള, അതെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യും. ഞാനൊരു 20 വയസ്സ് ആകുമ്പോൾ തുടങ്ങിയേക്ക്. സ്കൂൾ പഠിപ്പ് 5ാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ പോയിട്ടില്ല. പിന്നെ നാക്കാലിയായിട്ടുള്ള കളിയാണ്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, ഒക്കെ അങ്ങനെ വളർത്തുന്ന പരിപാടി. അതിലിടെ കുറേ പച്ചക്കറിയും അതും ഇതെല്ലാം അങ്ങനെ കൃഷി ചെയ്യും. കൊയ്ത്തു കഴിഞ്ഞ പാടത്തും വിവിധയിനം പച്ചക്കറികൾക്ക് നിലമൊരുക്കുകയാണ് രാജനിപ്പോൾ. വിഷുക്കാലത്തെ വിഭവമൊരുക്കാൻ പാടങ്ങളിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. കാളപൂട്ടലിന്റെ ഒഴിവ് സമയങ്ങളിൽ കർഷകനായ രാജൻ മറ്റ് കൃഷികളിലും സജീവമാണ്. പശുവും ആടുമൊക്കെ മറ്റു വരുമാന മാർഗമാകുമ്പോഴും രാജൻ കാളപൂട്ടി നിലമുഴുന്ന ജോലിയിൽ എന്നും സജീവമാകുമെന്നാണ് പറയുന്നത്. ന്യൂസ് 18 വടകര. പോലീസ് സുരക്ഷ തേടി കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരാണ് ഹർജിക്കാർ. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭീഷണി നേരിടുന്നുവെന്നതാണ് ഹർജിയിലെ ചൂണ്ടിക്കാട്ടുന്ന വിഷയം. പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. ഹർജിയിൽ സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. തനിക്കെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് ഡയസാണ് ഹർജി പരിഗണിക്കുക. സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റിന് ഇന്ന് രാജ്കോട്ടിൽ തുടക്കമാകും. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും പരമ്പരയിൽ മുന്നിലെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ തുടങ്ങിയവർ പരമ്പരയിലെ അവശേഷിച്ച മത്സരങ്ങൾക്കുണ്ടാവില്ല. ഈ സാഹചര്യത്തിൽ 3ാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടായേക്കും. കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിലും രജത് പാട്ടിദാർ ടീമിൽ തുടർന്നേക്കും. KL രാഹുലിന് പകരക്കാരനായി സർഫ്രാസ് ഖാനാണ് ടീമിൽ എത്തുക. ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.